ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു കളർ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബ്രിസ്റ്റോ എന്ന ബ്രാൻഡിൻ്റെ കളർ പെൻസിൽ സെറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കളേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഡ്രോ ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 സ്കിൻ കളർ കൊടുക്കുന്നുണ്ട്. അതായത് 3 ടൈപ്പ് പെൻസിലും നമുക്ക് ആ സ്കിൻ കളർ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിലേത് പെൻസിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പിങ്ക്, അതുപോലെ ബ്ലാക്ക്, ബ്രൗൺ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരച്ച് പോകുന്ന സമയത്ത് ആ ഒരു പെൻസിലിൻ്റെ നെയിമൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. ആ ഒരു പെൻസിൽ നിങ്ങൾ എടുത്തിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കളർ പെൻസിൽ ഇല്ലാത്തവരും വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് അതായത് നിങ്ങളിലുള്ള കളേഴ്സ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് സ്കിൻ കളർ ക്രിയേറ്റ് എടുക്കാൻ പറ്റും. യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ, ആ കളറൊക്കെ അത് ഈ 3 ടൈപ്പ് കളേഴ്സും മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് സ്കിൻ കളർ ക്രിയേറ്റ് എടുക്കാൻ പറ്റും. അപ്പം യെല്ലോയും ഓറഞ്ചും കൂടുതലായിട്ട് മിക്സ് ചെയ്താൽ മതി. നമുക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നല്ല കട്ടിക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെയാണ് നമ്മൾ ബ്രൗൺ കളർ യൂസ് ചെയ്യുക. ഉദാഹരണമായിട്ട് നമുക്ക് ആ മൂക്കിൻ്റെ ചുറ്റുമുള്ള ചെറിയ ചെറിയ ആ ഒരു ഭാഗത്ത്, അതുപോലെ നമ്മൾ ആ കണ്ണിൻ്റെ താഴെ വരുന്ന ആ ഒരു മടക്ക് പോലുള്ള ആ വര ഉള്ള ഭാഗത്ത്, അതുപോലെ കണ്ണിന് ചുറ്റും, പിന്നെ ആ നെറ്റിയുടെ ആ മുടി കിടക്കുന്ന ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാണുമ്പോൾ നമുക്ക് ബ്രൗൺ കളറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നെയിം വന്നിട്ട് അവർ വേറെയാണ് കൊടുത്തിരിക്കുന്നത്, വാൾനട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നെയിമൊക്കെ ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങളൊരു ഈ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പെൻസിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ചാനലിൽ ഞാൻ ആദ്യം ചെയ്തേക്കുന്ന കളർ പെൻസിൽ ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ലൈൻ്റെ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്ത ഡ്രോയിങ് ആയിരുന്നു. അപ്പം ആ ഒരു ഡ്രോയിങ് ഈ ഒരു ചാനൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ്, അതായത് ഇപ്പം ഈ ഒരു ബ്രാൻഡ് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഓരോ കളർ മിക്സ് ചെയ്തിട്ട് ആ സ്കിൻ കളർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡ്രോയിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്കിൻ കളറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കളർ പെൻസിൽ ഞാൻ വാങ്ങുന്നത്. ഇതിൽ മെയിനായിട്ട് സ്കിൻ കളർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളർ പെൻസിൽ വാങ്ങിയത്. പെട്ടെന്ന് നമുക്ക് സ്കിൻ കളർ ക്രിയേറ്റ് എടുക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പെൻസിൽ വാങ്ങുന്നത് കിട്ടുന്നതായിരിക്കും. പിന്നെ പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. 800 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ആ ഒരു കാര്യം മാത്രം ഇച്ചിരി നമുക്ക് വാങ്ങുന്ന സമയത്ത് തോന്നാറുണ്ട് കൂടുതലാണ്. പക്ഷേ അതിനുള്ളൊരു സെറ്റാണ് കേട്ടോ. കാരണം നമുക്ക് ഇത്ര റേറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും വളരെ നല്ലൊരു പെൻസിൽ സെറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിൻ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം സ്കിൻ കളറൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ഈ പെൻസിൽ സെറ്റ് നിങ്ങൾ വാങ്ങി നോക്കാവുന്നതാണ്. റേറ്റിന് കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങി നോക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആർട്ട് ലൈനോ അല്ലെങ്കിൽ ഡോംസോ ഒക്കെ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഡോംസിൻ്റെ ഒരു കളർ പെൻസിൽ സെറ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പം ഈ ഒരു പെൻസിൽ സെറ്റ് ഇരിക്കുന്നതുകൊണ്ട് വാങ്ങിക്കാത്തതാണ്. എന്തായാലും ഒന്ന് വാങ്ങി നോക്കണമെന്നുണ്ട്. അതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് ഒരു ദിവസം ഒരു ഡ്രോ ചെയ്യണം. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതലായിട്ട് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യണമെന്നുണ്ട്. മെയിനായിട്ട് ഇപ്പം അങ്ങനെ ഒരുപാട് സമയം വേണം നമുക്ക്. അതാണ് എന്താ പറയണ്ടത്, ഇപ്പം ഈ ഒരു ഇതിൻ്റെ അകത്ത് സ്കിൻ കളർ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും ഇത് ഷെയ്ഡ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല സമയം വേണം. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പിന്നെയും സ്കിപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ ഓരോരുത്തർ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അപ്പം കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാമെന്ന് ഇങ്ങനെ കുറേ നാളായി ചോദിക്കുന്നു. അപ്പം എന്നാന്ന് ചെയ്താക്കുന്ന കരുതി അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. ഇത് എത്രത്തോളം നല്ല രീതി വരുമെന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ കളർ പെൻസിൽ ഡ്രോയിങ് നല്ല രീതി പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ശരിയാവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മമിതാവിൻ്റെ ഒരു ഡ്രോയിങ്, കളർ പെൻസിൽ ഡ്രോയിങ്. അതും ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഡ്രോയിങ് ഫിനിഷ് ആയി കഴിയുമ്പം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തല്ലോ എന്നൊരു തോന്നലുണ്ടാകും. കാരണം ഡ്രോയിങ് പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുക. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു ബോധത്തോടെ തന്നെ മുമ്പോട്ട് വരച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റും. ഒരുപാട് പേര് ഇപ്പം അങ്ങനെ കമൻറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ഞാൻ വീണ്ടും എല്ലാവരോടും പറയുന്നത്. എൻ്റെ ഒരു എന്താ പറയണ്ടത്, എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ കൂടുതലായിട്ടും ഞാൻ എൻ്റെ ഓൾഡ് ഡ്രോയിങ് ബുക്ക് എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ പോലെ ചെയ്ത വീഡിയോ ആണ് അതൊക്കെ. അപ്പം ആ ഒരു വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ എങ്ങനെ വരച്ചുകൊണ്ടിരുന്നതെന്നും അതിൽ നിന്ന് ഇപ്പം കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയി വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും. അപ്പം മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. കാരണം എനിക്കറിയാം തീർച്ചയായും പ്രാക്ടീസ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരച്ച് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാമെന്ന് ഞാൻ വീണ്ടും പറയുന്നതിൻ്റെ കാര്യം. പലരും ഒരു കുറച്ച് നാൾ ഡ്രോയിങ് ചെയ്തിട്ട് അത് ശരിയായില്ലെന്ന് എഴുതിയിട്ടിട്ട് പോകുന്നവരായിരിക്കും കൂടുതലും. പക്ഷേ അതിനടുത്തേക്ക് നമുക്ക് നല്ലൊരു ഇഷ്ടത്തോടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും
ഉറപ്പായിട്ടും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ടത്. കാരണം നമുക്ക് ഡ്രോയിങ്ങിന് നല്ല ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. ഡ്രോയിങ്ങിൽ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പം നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഡ്രോയിങ് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഡ്രോയിങ് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിലും അതെ, ഡ്രോയിങ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അപ്പം ഡ്രോയിങ് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വരയ്ക്കുന്ന കാര്യത്തിലേക്ക് വരാം. അപ്പം വരയ്ക്കുന്ന സമയത്ത് നമ്മളിപ്പം ഈ ഒരു സ്കിൻ കളർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ ആദ്യം ഒരു ലെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ടായിരിക്കും, വളരെ തീരെ ലൈറ്റായിട്ടാണ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്. കാരണം സ്കിൻ കളർ നമ്മൾ ഒരു ലെയർ ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ അടുത്ത ലെയർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് ആ ഒരു കളർ നമുക്ക് അവിടെ കിട്ടുന്നോടം വരെ നമുക്ക് ആ ലെയർ അവിടെ ചെയ്യേണ്ടി വരും. അപ്പം ഇച്ചിരി ഒന്ന് എന്താ പറയണ്ടേ, ഒരു ക്ഷമയോടെ ഇരിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കിൻ കളർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കളർ ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. മാക്സിമം ഈ ഒരു സ്കിൻ കളർ ഉപയോഗിച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സാധാരണ അതായത് നമ്മളിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. കാരണം നമ്മളിതൊന്ന് വരച്ചിട്ട് പേപ്പർ സ്റ്റമ്പോ ബ്രഷോ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഈസിയായിട്ട് ബ്ലെൻഡ് ആവും. പക്ഷേ ഇതിനകത്ത് കളർ പെൻസിൽ നമുക്ക് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ പേപ്പർ സ്റ്റമ്പോ ബ്രഷോ ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ഈ ഒരു സ്കിൻ കളർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പെൻസിലൊക്കെ ഷെയ്ഡ് ചെയ്യാൻ പിടിക്കുന്ന രീതിയിൽ ആ രീതി പിടിച്ചിട്ടൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ, അതായത് നമ്മൾ വരച്ചിട്ട് അത് നമ്മൾ 2-3 ലെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ലെയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആ രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ പെൻസിൽ പിടിച്ചൊന്ന് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അത് ബ്ലെൻഡ് ആയിക്കോളും. അതായത് നമ്മൾ പേപ്പറിലേക്ക് നല്ല രീതിയിൽ ആ ഒരു കളർ മിക്സ് ആയിട്ട് വരും. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരുപാട് പേർക്ക് ഇപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ രീതികളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തന്നില്ലേ പോലും നിങ്ങൾക്കത് അറിയാമായിരിക്കും എന്ന് കരുതുന്നു. പിന്നെ പറയണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കണ്ണിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് മാക്സിമം ഡാർക്കായിട്ടുള്ള പെൻസിൽ, അതായത് ബ്ലാക്ക് പെൻസിൽ തന്നെ ഉപയോഗിച്ച് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആദ്യം ഒരു ലെയർ പോലെ വേണമെങ്കിൽ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് ആ കണ്ണിൻ്റെ ചുറ്റുള്ള ഭാഗത്ത് നിന്ന് ചെയ്യാം. പിന്നെ നിങ്ങൾ പുരുകം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അവിടെയും ഒന്ന് ഒരു ബ്രൗൺ കളർ ഉപയോഗിച്ച് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ പറഞ്ഞ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഈ പറഞ്ഞ പോലെ ഞാനും പഠിച്ചു വരുന്നുള്ളൂ, അതുകൊണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ എനിക്കും നല്ല രീതിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഓരോ വീഡിയോസും കണ്ടിട്ട് തന്നെയാണ് വരച്ച് പഠിക്കുന്നത് കൂടുതലായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ ഒരു വീഡിയോക്ക് അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ, ആ ഒരു വീഡിയോയിലൂടെ ഞാൻ കേട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് വരച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ എന്നെക്കാൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങളും നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ ഡ്രോയിങ്ങും ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് അയച്ചു തരാം കേട്ടോ. ഒരുപാട് പേര് എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ വരച്ച് നോക്കിയെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയും ചെയ്യുക. അതുപോലെ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാനുള്ള സാധിക്കുമെങ്കിൽ അയച്ചു തരിക കേട്ടോ. ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഫേസ് ഷെയ്ഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഏത് വീഡിയോ ചെയ്താലും നമ്മളൊരു 3-4 പാർട്ടായിട്ടായിരിക്കും ഫിനിഷ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം ഈ ഒരു പാർട്ട് ഒരു മാക്സിമം ഒരു 2 പാർട്ടിനുള്ളിൽ ഞാൻ തീർക്കാമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ ചിലപ്പം ഒരു പാർട്ടിലും ഉണ്ടാവും കേട്ടോ. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫേസ് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടീഷർട്ട് വരയ്ക്കാനുണ്ട്, അതുപോലെ ആ ഒരു കൈയുടെ കുറച്ച് ഭാഗമുണ്ട്, അതൊന്ന് വരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഇച്ചിരി സമയം വേണ്ടി വരുന്ന കാര്യമാണ്. കാരണം നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് നല്ല സമയം വേണ്ടി വരുന്ന കാര്യമാണ്, അത് നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പം ഇച്ചിരി ഒന്ന് താമസം ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ നോക്കാം, മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾ കണ്ണ് വരയ്ക്കുന്ന സമയത്ത് ആ കണ്ണിനുള്ളിൽ ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ, അതായത് കണ്ണിൽ ലൈറ്റ് അടിച്ചിട്ട് ആ ചെറിയ വെളുത്ത ഡോട്ട് പോലെ വരുന്ന ഭാഗമില്ലേ, അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചുണ്ട് വരയ്ക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പിങ്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പം ഒരുപാട് കട്ടി കൊടുക്കാണ്ട് ഒരു ലൈറ്റായിട്ട് കൊടുത്താൽ മതി. പിന്നെ ആ ചുണ്ടിൻ്റെ ഔട്ട്ലൈൻ വരുന്ന ഭാഗത്ത് ഒരു ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് ഇച്ചിരി ഒന്ന് വരച്ച് കൊടുക്കുക. അതായത് ആ ചുണ്ട് ഫുള്ളായിട്ട് പിങ്ക് കൊടുക്കാണ്ട് ഔട്ട്ലൈൻ, ഞാൻ പറയുന്ന ഔട്ട്ലൈന് ഭാഗത്ത് ഒരു ബ്രൗൺ കളറും കൊടുക്കുക. പിന്നെ ചുണ്ടിലാണെങ്കിലും ചെറിയ ഒരു ഏരിയാസ് വരുന്നുണ്ട്, ലൈറ്റ് അടിക്കുന്ന ചെറിയ ഏരിയാസ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് അതിന് ചുറ്റുമുള്ള ഭാഗമാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് കളർ ഇല്ലെങ്കിൽ റെഡ് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതും ഒരുപാട് കട്ടി കൊടുക്കാണ്ട് ലൈറ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് മായ്ക്കാൻ സാധിക്കത്തില്ല, കളർ പെൻസിലായതുകൊണ്ട് തന്നെ മായ്ച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക, തീരെ ലൈറ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ നോക്കുവാണെങ്കിൽ ആ കവളിൻ്റെ ഭാഗത്ത് ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് ഉണ്ട്, അതുപോലെ നെറ്റിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഷെയ്ഡ് ചെയ്യാണ്ട് അതുപോലെ തന്നെ വിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്.
അപ്പോൾ വീഡിയോ കുറച്ചൊന്ന് ലോങ് ആയി പോയി. അപ്പം കളർ പെൻസിൽ ആയതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ആയത്. പിന്നെ ഞാൻ ഒരുപാട് സ്പീഡിലൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് അത്യാവശ്യം ചെയ്യാൻ ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അടുത്തൊരു പാർട്ടുകൊണ്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇല്ലെങ്കിൽ ഒരു പാർട്ടൂടെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളിതൊന്ന് വരച്ച് നോക്കുക. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം.